അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലെ വിശേഷങ്ങൾ ചെറിയ മഴ പെയ്ത് ജോലി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? മോൾക്ക് അൽഹംദുലില്ലാ കുറവുണ്ട്, ചെവി വേദന. മുത്തുമോനും പനി കുറവുണ്ട്. മിച്ചുമോൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മുത്തുമോനും മിച്ചുമോനും കുടുംബ വീട്ടിൽ നിൽക്കുകയാണ്. മസ്റുമോൾ പഠിക്കുന്നു. ഞാൻ അവിടെ ഹാളിൽ ഇരിക്കുന്നു. പിന്നെ എനിക്ക് ഈ വീടിന് വേണ്ടി യൂട്യൂബ് ചാനലിൽ ആദ്യമൊക്കെ ചെറിയ സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ കുറ്റിയടിപ്പോയിട്ടുള്ള വീഡിയോ കിടപ്പുണ്ട്. എനിക്കിപ്പോഴ് കുറച്ചേ ആയിട്ടുള്ളൂ, ഒരു 2-3 മാസം കൊണ്ടിട്ട് ആണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. 30,000 സംതിങ് സബ്സ്ക്രൈബേഴ്സായി. അൽഹംദുലില്ലാ. ഒരുപാട് കമൻറ്റുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ബാഡൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ആരെ യൂട്യൂബ് ചാനലിൽ കയറി എന്നിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കാണാനും നിൽക്കുന്നില്ല. എന്തിനാ ഞാൻ വിഷമിക്കുന്നത്? ഞാനില്ലാണ്ടായിപ്പോയാൽ എൻ്റെ മക്കൾക്ക് ആരുമില്ല. അതുപോലെ അവനവൻ സ്ട്രോങ് ആയി നിൽക്കണം. സ്വന്തം കുടുംബത്ത് കയറി ആരെയും അമിതമായിട്ട് ഇടപെടുത്താനും ഒന്നിനും ശ്രമിക്കാതിരിക്കുക. മക്കളെ സന്തോഷമായിട്ട് നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്രയും വീഡിയോ ചെയ്തതിൽ എൻ്റെ മക്കൾക്ക് ഫുഡിനും കാര്യങ്ങൾക്കും കുറച്ച് പൈസകൾ കിട്ടിയിട്ടുണ്ട്. ഇത്താമാർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെല്ലാം കൂടെ വീടിൻ്റെ ആവശ്യത്തിന് 1.5 ലക്ഷം രൂപയോളം ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 10,000 രൂപയും കൂടെ എനിക്കൊരു ചേച്ചി അടുപ്പ് വയ്ക്കാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ എനിക്കിത്രയും എൻ്റെ ഉമ്മ ഫാമിലി ഒരുപാട് സഹായിച്ച്. അൽഹംദുലില്ലാ. എൻ്റെ നാട്ടുകാർ, എൻ്റെ ബന്ധത്തിലുള്ള ആൾക്കാർ മൊത്തം സഹായിച്ച്. അൽഹംദുലില്ലാ. വാപ്പ ഉമ്മ ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്ത് നിന്ന്. കാരണം ബാക്കി പണി നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ മുമ്പ് ചോദിച്ചത്. ഈ സഹായിച്ചവർക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ല. അവരെന്നെ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും. ബാക്കി എന്ത് കണ്ടിട്ടാണ് സഹായിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ല. ഈ മക്കളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. പൂട്ടിയിട്ടിട്ടൊക്കെ പോണ രംഗത്തിലെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അന്നന്ന് ഈ ആരും ഇല്ലായിരുന്നു. ഇവിടെ മുറിവ്, കുട്ടീൻ്റെ ഇവിടെ മുറിവ് വരുമ്പോൾ 3 കൂടെ വിശന്ന് ഉറങ്ങിക്കിടക്കും. ജന്നൽ പൊട്ടിയിരിക്കുന്നു, ആരെയും തണലില്ല. ബിസ്മി ചൊല്ലി കതവും പൂട്ടി ഷോളിൽ താക്കോൽ ഇട്ടിട്ടാണ് പോണം. പിന്നെ ഒരു കടപ്പാട് പറയാനുണ്ട്. 1 വയസ്സിലാണ് ഞാൻ മിച്ചുമോനെ എൻ്റെ കൂട്ടുകാരിയിലാക്കിയിട്ട് പോണത്. ഇന്നും ആ കാര്യം അവൾ പറയും. എടീ, അവ എന്നെ മറന്നു പോവോ? ഞാൻ പറഞ്ഞു ഇല്ലടി, മറന്നു പോവില്ല. അങ്ങനെ ഒരാളെ സഹായം മാത്രമല്ല, പണമായിട്ടും കൂടെ നിന്നും എന്നെ ഒരു മാനസിക രോഗിയാക്കാതെ എൻ്റെ കൂട്ടുകാരികൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. ഞാൻ ആരെടുത്തും എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഫോൺ കോൾ കണ്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾ വിളിക്കും, നിനക്ക് എന്ത് പറ്റി പെണ്ണേ? നീ വല്ലതും തിന്നാ? നീ വല്ലതും കുടിച്ചാ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ 2 കൂട്ടുകാരികൾ ഈ മക്കളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി. അൽഹംദുലില്ലാ. അവരൊക്കെ ഇന്ന് ഞാൻ അവളെ കണ്ടിട്ടാണ് വരണ മക്കളെ. അപ്പോൾ എനിക്ക് ഈ വീടിന് വേണ്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസയാണ് 1.5 ലക്ഷം രൂപ. 50,000 രൂപ ആ സഹോദരങ്ങൾ തന്നു. പിന്നെ ഒരിത്ത 20,000 തന്നു, ഒരിക്ക 10,000 തന്നു, ഒരിക്ക 10,000 തന്നു. അങ്ങനെയൊക്കെ. പിന്നെ ബാത്റൂമിൻ്റെ ഡോറിന് വേണ്ടി 3, ഒരിത്ത 5 രൂപ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ആ തന്നവരെല്ലാം എന്ത് ധർമ്മത്തിലാണ് പടച്ചോനെ എനിക്ക് തന്നത്, അതെല്ലാം അവർക്ക് റബ്ബ് ഹൈറാക്കി കൊടുക്കട്ടെ എന്നേ ഞാൻ ദുആ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ വന്ന് കയറിക്കിടക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പടച്ചോനെ ഓർത്തിട്ട് സഹായിച്ചവർക്കും കുഴപ്പമില്ല, തന്നവർക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. അപ്പം എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്, എന്നെ സഹായിച്ചവരടുത്ത് ഞാൻ വീണ്ടും അൽഹംദുലില്ലാ പറയുന്നുണ്ട്. ഞാൻ ഈ മരിക്കുമ്പം നമ്മൾ ആരും ഇതൊന്നും കൊണ്ടുപോകില്ല. പിന്നെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. എൻ്റെ മക്കൾ വളരട്ടെ ഭൂമിയിൽ. എനിക്കൊരു കള്ളത്തരവും പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഫുള്ള്, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കള്ളത്തരങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോൾ എന്നെ മക്കളെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് ഇത്താമാരുണ്ട്. നിങ്ങളിനി കൊടുക്കരുതെന്ന് പറഞ്ഞാലും തരുന്ന ഇത്താമാരുണ്ട്. കാരണം എന്തെന്നറിയാമോ? എൻ്റെ A to Z കാര്യം അറിയാവുന്ന കുറേ യൂട്യൂബിലെ നല്ല സബ്സ്ക്രൈബേഴ്സിനറിയാം. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ആണിനും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് വീട്, എൻ്റെ ഫാമിലിയിൽ 50,000 തന്നവരുണ്ട്, 40 തന്നവരുണ്ട്, 20,000 തന്നവരുണ്ട്, തന്നിട്ടും 2ാമത് തന്നവരുണ്ട്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അവർക്ക് ഉണ്ടായിട്ടാണ് അവർ തന്നത്. കാരണം നമ്മുടെ കൂടപ്പുറപ്പിൻ്റെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നു 3 മക്കളെയും കൊണ്ട്, ചേർത്ത് പിടിക്കണം. എൻ്റെ ഉമ്മച്ചിമാൻ്റെ ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട്.
ആരും നിങ്ങൾ എൻ്റെ മക്കളെ ഓർത്തിട്ട് നല്ല സബ്സ്ക്രൈബേഴ്സ് അല്ല മോശം പറയുന്നവരടുത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ആരെയും മുമ്പ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അൽഹംദുലില്ലാ ഞാൻ പട്ടിണിയില്ലാതെ ഇവിടം വരെ എത്തി. പട്ടിണിയിലെ പരിതാപത്തിൻ്റെ അവസ്ഥ വന്നിട്ട് പോലും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾ ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അതെൻ്റെ മോള് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. എൻ്റെ ഇതിന് പൈസയുണ്ട്. കാരണം ഞാൻ 550 രൂപ പാലെടുക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പം 450, ചിലതിൻ്റെ 550. ഒരാളെടുക്കുന്ന പാല് 2 പേരെടുക്കുന്ന പാല് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അതെൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ എൻ്റെ സ്കൂളിൽ പറഞ്ഞാലും എനിക്ക് അതിൻ്റേതായ ഇളവും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മക്കൾ ഏത് സ്കൂളിലാണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഈ പ്രശ്നമുള്ളത് കൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ എത്താൻ പറ്റില്ല. ഈ ഒരു വർഷം ചിലപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാക്കും. കാരണം എൻ്റെ മുത്തുമോൻ കുറച്ചുകൂടെ പ്രാപ്തി എത്തണം. അൽഹംദുലില്ലാ റാഹത്താണ്. എൻ്റെ മോനിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ മക്കളെ കൊണ്ട് ഡാൻസ് അവൻ്റെ പ്രാക്ടീസ് എല്ലാം ചെയ്യിപ്പിക്കും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊട്ടാനും ചാടാനും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിപ്പിക്കാനും. കാരണം അവൻ എല്ലാത്തിലും നിൽക്കണം. അവനൊരു പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ അവൻ എങ്ങനെ പെരുമാറാൻ പഠിപ്പിക്കണം. ഒരു ഉമ്മായും ഉപ്പായും ചെയ്യുന്ന കാര്യം ഞാൻ അവരുടെ അടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നിൻ്റെയും പേരിൽ ആരെയും മുമ്പ് ചെന്ന് കൈനീട്ട ഇടവരുത്തല്ലേ റഹ്മാനേന്നേ ഞാൻ ദുആ ചെയ്തിട്ടുള്ളൂ. ഇന്നും കഷ്ടപ്പെട്ടിട്ട് എന്നെ ജീവിക്കുന്ന നമ്മളെല്ലാം നമ്മളെ മക്കൾക്ക് വേണ്ടി ഒരാളെ ഒരു 500 രൂപ തന്നാൽ പിന്നെ തരാൻ അദ്ദേഹത്തിന് കഴിയില്ല. ചിലപ്പോൾ ഒരു നിയത്തിലായിരിക്കും അദ്ദേഹം തരുന്നത്. പിന്നെ ഞാൻ എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ മക്കളെ കളഞ്ഞിട്ടില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരൊറ്റ നേട്ടം പട്ടിണിയിൽ നിന്ന് ഞാൻ മാറിക്കിട്ടി. കാരണം ആദ്യം 250 രൂപ പാലാണ് എടുത്തിട്ട് തന്നത്. കാരണം പാൽ കൊടുക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് ഞാൻ. അപ്പോൾ എനിക്ക് തലയിറക്കവും കാര്യം എല്ലാം ഉള്ള ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈ ജോലിക്കിറങ്ങി. 27ാമത്തെ വയസ്സിൽ ഞാൻ ജോലിക്കിറങ്ങി. അൽഹംദുലില്ലാ എൻ്റെ കണ്ണീര് റബ്ബ് കണ്ട്. ആരെന്നെ തഴഞ്ഞു കളഞ്ഞാലേ എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല. അതുകൊണ്ട് ഈ 1.5 ലക്ഷം രൂപയെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പണിക്കുള്ള പൈസ ഇനി എന്തെങ്കിലുമൊക്കെ അള്ളാഹു ഇതുവരെയും തടസ്സങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എനിക്ക് വേണ്ട. ഞാൻ ഓരോരുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സഹായിച്ചവർ ഇനിയും സഹായിക്കാൻ മുന്നോട്ട് വന്ന് നിൽക്കുന്നവരുണ്ട്. ഞാൻ എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് വീടായാൽ മക്കൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കും. പിന്നെ പഠിപ്പിൻ്റെ കാര്യം എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. അതെനിക്ക് തീർക്കണം. ആരും വിഷമിക്കേണ്ട. എൻ്റെ മക്കളെ ഓർത്തിട്ട് അള്ളാഹു അവരെ ഈ ഭൂമിയിൽ ജനിക്കാൻ ഏകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും റബ്ബ് ഏകിയിരിക്കും. നിങ്ങൾ മസ്റൂറ ഞാനൊരു കാര്യം ചെയ്യണ്ടേ. മസ്റൂർ എൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് എൻ്റെ മോള് വളർന്നത്. അപ്പോൾ അവൾക്ക് ചിരിക്കാൻ പറ്റൂല ചിലപ്പോൾ, പക്ഷെ അവൾക്ക് കരയാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യം കേട്ടാൽ പെട്ടെന്ന് കരയും. ഒരു കുട്ടീനെ ആപത്തിൽ വീണു പോയാൽ അവൾ ഉപേക്ഷിച്ചിട്ട് പോവില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ് വളർത്തുന്ന ഒരൊറ്റ കാര്യമാണ്. ഞാൻ 4 മക്കളെ ജന്മം നൽകി 3 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം റഹ്മാൻ എൻ്റെ മക്കൾക്കൊരസുഖം വരുത്തല്ലേ എന്നാണ്. ഞാൻ ഈ ഇരിപ്പിൽ മരണപ്പെട്ടു പോയാലും എനിക്ക് മക്കൾക്കൊരു കുറച്ച് ബാധ്യതയും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. എനിക്കൊരു കയറിക്കിടക്കാടായി. പിന്നെ എൻ്റെ മക്കളെ കാര്യം ഞാൻ ഇല്ലാണ്ടായി പോയാലും അവരെ ചേർത്ത് എൻ്റെ ബന്ധുക്കൾ പിടിച്ചോളും. ആരും വഴിയിൽ കളയൂല എൻ്റെ മോളെ, എൻ്റെ 2 ആൺമക്കളെ. അല്ലാഹു ആരെന്തൊക്കെ പറഞ്ഞാലും ആരെങ്കിലും ഒരാൾ എന്നെ നോക്കും. നിങ്ങളാരും ഈ അഴുക്ക നാവുകൊണ്ട് പറയുന്നവരാരും ടെൻഷൻ അടിക്കണ്ട. മക്കളെ ഏത് സ്കൂളിനാണ്, നിനക്ക് പണം ഉള്ളതുകൊണ്ടല്ലേ. എനിക്ക് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പല സാഹചര്യങ്ങളിലും വന്നപ്പോഴത്തേക്കും ഞാൻ സ്കൂളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറ്റും. ഓക്കെയാണ് അവർ പറഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ, മക്കൾ ഒരു ടീച്ചേഴ്സ് ആദ്യം പഠിക്കുന്നത് എന്തെന്നറിയാമോ, മക്കളെ എങ്ങനെ സ്നേഹിക്കാൻ കെയർ ചെയ്യാന്നാണ്. അതുപോലെ എൻ്റെ മുത്തുമോന ഇതുപോലൊരു മാറ്റം കൊണ്ടുവന്ന ഒരു സ്കൂളാണ് ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂൾ. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന സ്കൂളിൻ്റെ കൂടെ പരസ്യമായിട്ട് പറയുന്നു. കാരണം പെൻസിൽ പിടിക്കാത്ത മകനെ സ്നേഹത്തിലൂടെ കൊണ്ടുവന്ന് അവൻ്റെ ഇപ്പോഴത്തെ UKG ഇരിക്കുന്ന ടീച്ചറുണ്ട് മിസ്സ്. ആ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മുഷ്താഖിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എല്ലാ കാര്യത്തിലും അവനെ തഴഞ്ഞു നിർത്തിയിട്ടില്ല. കാരണം ഒരു കാര്യത്തിനും അവനെ തഴഞ്ഞു കളഞ്ഞിട്ടില്ല. അവനെ മേലോട്ട് ചേർത്ത് പിടിച്ചിട്ടേള്. ഞാൻ അവനെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ചോളും. ഞാൻ വീട്ടിൽ വന്ന് അവനെ റിസ്ക് എടുത്ത് പഠിപ്പിക്കില്ല. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. അവനിപ്പോൾ 2 മാർക്ക് കിട്ടട്ടെ. ആ 2 മാർക്ക് കിട്ടിയാലും ഞാൻ അൽഹംദുലില്ലാ പറയും. കാരണം എൻ്റെ മോനെ കൊണ്ട് അത്രയും പറ്റിയല്ലോ എന്ന്. അല്ലാതെ അവനെ കുറ്റപ്പെടുത്തി മാറ്റിക്കളഞ്ഞ് ഒരു സാധാ അങ്ങനെ കൊണ്ടല്ല ഞാൻ കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
മോള് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, മോനെ ഇങ്ങോട്ട് ചേർത്തപ്പം ഞാൻ മാറ്റിയതാണ്. ഇനി അതിൻ്റെ പേരിൽ ക്രൂശിക്കാൻ വന്നാൽ നിങ്ങൾ പറഞ്ഞോളി, എത്രത്തോളം പറയാം അത്രയും പറഞ്ഞോളി. എന്തായാലും പിന്നെ 9 വയസ്സായ മോളാണ്. ഇപ്പോഴേ ഞാൻ തട്ടം എന്ന് പറഞ്ഞാൽ അടിനോടിൻ്റെ പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യമൊക്കെ തല വിയർത്തുണ്ടാണ്. മാസത്തിൽ തന്നെ 5-6 തവണയാണ് ഞാൻ എൻ്റെ പൊന്നിനെ കുളിപ്പിക്കുന്നത്. അതായത് ഒരു മാസത്തിൽ 5-6 തവണ. ഈ അടിനോടിൻ്റെ ഒക്കെ പ്രശ്നം കൂടി നിൽക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര തുമ്മലാണ്. തുമ്മി ചെവി പ്രശ്നം, അവൾക്ക് ചെവിക്കായ ഉണ്ടാവില്ല ആ ഒരു മൂക്ക്. 12 വയസ്സ് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ അടിനോട് ഗ്രന്ഥി നശിച്ച് അത് നേരെ ആവും, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ റാത്താണ്. ഞാൻ ഇപ്പോഴും റബ്ബിനെ സ്തുതിച്ചിട്ട് പറയണം അൽഹംദുലില്ലാ. കാരണം ഇങ്ങനൊരു വീടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഇറങ്ങി ഒരുപാട് പേര് ഉണ്ട് അൽഹംദുലില്ലാ. അവരൊക്കെ ഈ ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. എൻ്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇത്രയൊക്കെ എനിക്ക് പറയാം. ആരെന്നെ എന്ത് രീതിയിൽ അവഹേളിച്ചിട്ടുണ്ടോ അതല്ല, വേറൊരു സ്ഥലം വഴി എനിക്ക് റബ്ബ് ഉയർച്ചയെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാണ്, നല്ല കണ്ണുകൊണ്ട് കാണുന്നവരുടെ അടുത്ത് പറയാണ് അൽഹംദുലില്ലാ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ ആപത്ത് ഘട്ടത്തിൽ എന്നൊരു കൂടപ്പിറപ്പായിട്ട് ചേർത്ത് നിർത്തി. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നിവർത്തിയില്ല എന്നപ്പോൾ ഞാനൊരു ഇത്താൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്താ എനിക്കിങ്ങനെ പൈസ ഇല്ല, അന്ന് എനിക്ക് പണിയില്ല. അപ്പോൾ ഇത്ത അപ്പം തന്നെ എനിക്ക് 1000 രൂപ ഇട്ടുന്നിട്ടുണ്ട്, നീ ആശുപത്രി കൊണ്ടുപോവന്നാന്നാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ട് നീ വിളിയെന്നാണ് പറഞ്ഞത്. എന്നെ ഒന്ന് കണ്ടിട്ട് യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ട് എത്രയോ പേര് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. ഇനി റബ്ബ് നാളെ എന്താണ് എനിക്ക് വരുത്തിയേക്കണേന്നും അറിയില്ല. നമുക്ക് ആരെ കാര്യവും അറിയില്ല. അതുകൊണ്ട് ഉള്ള സമയം ആരെയും ദ്രോഹിക്കാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു ഇടവരുത്തട്ടെ. എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൂടെ ചേർത്ത് നിർത്താം, നല്ല വാക്കുകൊണ്ട് സമാധാനിപ്പിക്കാം, ദ്രോഹിക്കരുത്. ഇത്രേ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും.